Hi everyone, welcome back to Groww Malayalam. അപ്പോൾ നിങ്ങൾക്കറിയാവോ ഫ്ലെക്സി ക്യാപ് ഫണ്ട്സിന് ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാതെ ലാർജ് മിഡ് അതുപോലെ സ്മോൾ ക്യാപ് സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന്. അപ്പോൾ ഈ ഒരു ഇക്വിറ്റി ഫണ്ട് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പല മാർക്കറ്റ് സെഗ്മെന്റ്സിൽ നമുക്ക് പല ഇൻഡസ്ട്രീസിലേക്ക് എക്സ്പോഷർ നൽകും. സോ അതുവഴി നമുക്ക് ലാർജ് മിഡ് അതുപോലെ സ്മോൾ ക്യാപ് സ്പേസിൽ ഓപ്പർച്യൂണിറ്റീസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ ആക്ച്വലി പല ഫ്ലെക്സി ക്യാപ് ഫണ്ട്സിനും കൂടുതൽ ലാർജ് ക്യാപ് കമ്പനീസിലേക്കാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത്. കാരണം മാർക്കറ്റ് കണ്ടീഷൻ മോശമാകുമ്പോൾ നമുക്കൊരു സ്റ്റെബിലിറ്റി ലഭിക്കും ഇവിടെ. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്ലെക്സി ക്യാപ് ഫണ്ട്സിന് അവരുടെ പോർട്ട്ഫോളിയോയിൽ 60% അലോക്കേഷൻ ലാർജ് ക്യാപ് സ്റ്റോക്സിലേക്കാണ്. എന്നാൽ ഇപ്പം മിഡ് അതുപോലെ തന്നെ സ്മോൾ ക്യാപ് സ്റ്റോക്സിലേക്ക് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ക്യാപ് ഫണ്ട്സും ഉണ്ട്. ഇപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മിഡ് അതുപോലെ തന്നെ സ്മോൾ ക്യാപ് സ്റ്റോക്സിലേക്ക് കൂടുതൽ ഹോൾഡിംഗ്സ് ഉള്ള ഫ്ലെക്സി ക്യാപ് ഫണ്ട്സ് ആയിരിക്കും നമ്മളിവിടെ നോക്കുന്നത്. പ്ലസ് ലോങ് ടേം അതുപോലെ തന്നെ ഷോർട്ട് ടേമിൽ ഈ ഒരു ഫണ്ട്സ് നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഇന്ന് നോക്കാം. സോ പോർട്ട്ഫോളിയോയിൽ മിഡ് ക്യാപ് അതുപോലെ സ്മോൾ ക്യാപ് സ്റ്റോക്സിലേക്ക് കൂടുതൽ അലോക്കേഷൻ ഉള്ള കുറച്ച് ഫ്ലെക്സി ക്യാപ് ഫണ്ട്സ് നിങ്ങൾക്ക് സ്ക്രീൻ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. ഇന്ന് നമുക്ക് ഈ ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ട്സിന്റെ പെർഫോമൻസ് ബെഞ്ച് മാർക്ക് അതുപോലെ കാറ്റഗറി ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്യാം. ഇവിടെ കഴിഞ്ഞ 3 അതുപോലെ 5 വർഷത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 5 ഫ്ലെക്സി ക്യാപ് ഫണ്ട്സും അവരുടെ ബെഞ്ച് മാർക്ക് അതുപോലെ കാറ്റഗറിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ കഴിഞ്ഞ 10 വർഷത്തിൽ JM ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് ബെഞ്ച് മാർക്ക് അതുപോലെ തന്നെ കാറ്റഗറിനെ ഇവിടെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിൽ HSBC ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് അതുപോലെ മോത്തിലാൽ ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന് ബെഞ്ച് മാർക്ക് അതുപോലെ കാറ്റഗറിനെ ഔട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഇവിടെ നോട്ട് ചെയ്യുക, ഇൻവെസ്കോ ഇന്ത്യ ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് അതുപോലെ തന്നെ ബറോഡ BNP പരിബ ഫ്ലെക്സി ക്യാപ് ഫണ്ടിന് അവർ 5 ഇയേഴ്സ് അതുപോലെ 10 ഇയർ പെർഫോമൻസ് മെഷർ ചെയ്യാനുള്ള ട്രാക്ക് റെക്കോർഡ് ഇല്ല. ഇനി നമുക്ക് ഷാർപ്പ് റേഷ്യോ അതുപോലെ സോർട്ടിനോ റേഷ്യോയുടെ ബേസിൽ ഈ ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ട്സിന്റെ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് നമുക്ക് നോക്കാം. മ്യൂച്വൽ ഫണ്ടിൽ സ്റ്റാൻഡേർഡ് ഡിവിഷൻ മെഷർ ചെയ്യുന്നത് വോളറ്റിലിറ്റി ആണ്. അതുപോലെ അവരുടെ ആവറേജ് ആനുവൽ റിട്ടേൺസ് ഫണ്ടിന്റെ റിട്ടേൺസ് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ കാണിക്കും. അപ്പൊ നമ്പർ കൂടുതലാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് പ്രൈസിൽ വലിയ മാറ്റം ഉണ്ടാവും എന്നാണ്. ഇനി നമ്പർ കുറവാണെങ്കിൽ പെർഫോമൻസ് സ്റ്റഡിയും പ്രെഡിക്റ്റബിൾ ആയിരിക്കും എന്നാണ്. ഇപ്പൊ ഇവിടെ മിഡ് ക്യാപ് അതുപോലെ സ്മോൾ ക്യാപ് ഹോൾഡിംഗ്സ് കൂടുതലുള്ള ഈ 5 ഫ്ലെക്സി ക്യാപ് ഫണ്ട്സിന്റെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ കാറ്റഗറിനേക്കാളും കൂടുതലാണ്. അതായത് കാറ്റഗറിനേക്കാളും ഇവരുടെ വോളറ്റിലിറ്റി കൂടുതലാണെന്നാണ്. ഇവിടെ ബെഞ്ച് മാർക്ക് അതിൽ കാറ്റഗറിനെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ റിട്ടേൺസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെങ്കിലും പ്രൈസ് മൂവ്മെന്റ് കുറച്ചും കൂടി ഇവിടെ വോളറ്റൈൽ ആയിരിക്കും. ഇനി ഷാർപ്പ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഫണ്ട് അഡീഷണൽ യൂണിറ്റ് റിസ്ക് എടുക്കുമ്പോൾ ഫണ്ട് എത്രത്തോളം അഡീഷണൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ്. അപ്പൊ ഇത് നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഷാർപ്പ് റേഷ്യോ എത്ര കൂടുതലാണോ അത്രയും ബെറ്റർ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ബറോഡ BNP പരിബ ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഒഴിച്ച് എല്ലാ ഫ്ലെക്സി ക്യാപ് ഫണ്ട്സിനും കാറ്റഗറിനേക്കാളും ഹയർ ഷാർപ്പ് റേഷ്യോ ആണ്. അതായത് റിസ്ക് എടുക്കുന്ന വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഫണ്ട്സിന് കാറ്റഗറിനേക്കാളും ബെറ്റർ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. ഇനി നമുക്ക് ഈ 5 ഫ്ലെക്സി ക്യാപ് ഫണ്ട്സിന്റെയും സോർട്ടിനോ റേഷ്യോ നോക്കാം. അപ്പൊ സോർട്ടിനോ റേഷ്യോ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് ആണ് മെഷർ ചെയ്യുന്നത്. പക്ഷെ ഇത് ഡൗൺ സൈഡ് റിസ്ക് ആണ് സ്പെസിഫിക്കലി ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഫണ്ട് ഇപ്പൊ നെഗറ്റീവ് വോളറ്റിലിറ്റി അല്ലെങ്കിൽ ഡൗൺ സൈഡ് റിസ്ക് എടുത്തതിന് പകരം എത്ര അഡീഷണൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ റേഷ്യോ ഇവിടെ കാണിക്കുന്നത്. ഇത് നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിട്ടേൺസ് എക്സ്പെക്ടഡ് ലെവലിന് താഴെ പോകുമ്പോൾ ആ ഡൗൺ സൈഡ് റിസ്ക് ഫണ്ട് എത്ര നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെന്നാണ് ഈ ഒരു മെട്രിക് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു 5 ഫ്ലെക്സി ക്യാപ് ഫണ്ട്സിൽ 4 എണ്ണത്തിനും കാറ്റഗറിനേക്കാളും ഹയർ സോർട്ടിനോ റേഷ്യോ ആണുള്ളത്. ബറോഡ BNP പരിബ ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് മാത്രം കാറ്റഗറിനേക്കാളും താഴെയാണ്. അതായത് ഈ 4 ഫ്ലെക്സി ക്യാപ് ഫണ്ട്സിനും ഡൗൺ സൈഡ് റിസ്ക് ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് ഇത് ഇവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് അപ്സൈഡ് ആൻഡ് ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോസ് നോക്കാം. അപ്പൊ അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഫണ്ട് ബെഞ്ച് മാർക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ എത്ര നന്നായിട്ട് പെർഫോം ചെയ്തു എന്ന് കാണിച്ചിരുന്ന റേഷ്യോ ആണ്. അപ്പൊ ഇത് നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ബുൾ മാർക്കറ്റിൽ ബെഞ്ച് മാർക്കിനേക്കാളും ഫണ്ട് എത്ര ബെറ്റർ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഇത് മെഷർ ചെയ്യുന്നത്. അപ്പം അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ ഇവിടെ ഇപ്പോൾ 100 കൂടുതലാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ഇക്വിറ്റി ഫണ്ട് ബെഞ്ച് മാർക്കിനേക്കാളും ബെറ്റർ ആയിട്ട് ഇവിടെ പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ്. ഇവിടെ മിഡ് ക്യാപ് അതിൽ സ്മോൾ ക്യാപ് സ്റ്റോക്സിലേക്ക് ഹോൾഡിംഗ്സ് കൂടുതലുള്ള ഈ 5 ഫ്ലെക്സി ക്യാപ് ഫണ്ട്സ് ബുൾ മാർക്കറ്റിൽ കാറ്റഗറിനേക്കാളും ബെറ്റർ റിട്ടേൺസ് ഇവിടെ നേടിയിട്ടുണ്ട്. ഇനി ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ബെഞ്ച് മാർക്കിനെ കമ്പയർ ചെയ്ത് ഫണ്ട് എത്ര താഴേക്ക് പോയി എന്ന് കാണിച്ചിരുന്ന റേഷ്യോ ആണിത്. അപ്പൊ ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ 100 താഴെയാണെങ്കിൽ ഫണ്ട് ബെഞ്ച് മാർക്കിനേക്കാളും കുറച്ച് മാത്രം താഴെ പോയതെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഇൻവെസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം ഇതൊരു പോസിറ്റീവ് സൈൻ ആണ്. അപ്പൊ ഇവിടെ ഈ 5 ഫ്ലെക്സി ക്യാപ് ഫണ്ട്സിൽ മോത്തിലാൽ ഓസ്വാൾ ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഒഴിച്ച് 4 ഫണ്ടിനും കാറ്റഗറിനേക്കാളും ഹയർ ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ ആണുള്ളത്. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഈ 4 ഫണ്ട്സും കാറ്റഗറിനേക്കാളും കൂടുതൽ ഇടിയാനുള്ള സാധ്യത ഇവിടെയുണ്ട്. ഇനി നമുക്ക് ലാർജ് ക്യാപ് സ്റ്റോക്സിലേക്ക് കൂടുതൽ അലോക്കേഷൻ ഉള്ള ഫ്ലെക്സി ക്യാപ് ഫണ്ട്സ് എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്നുള്ളത് നോക്കാം. ഇപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാർജ് ക്യാപ്പിലേക്ക് കൂടുതൽ അലോക്കേഷൻ ഉള്ള കുറച്ച് ഫ്ലെക്സി ക്യാപ് ഫണ്ട്സ് കാണാം. ഇനി നമുക്ക് ഈ ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ട് പെർഫോമൻസ് ബെഞ്ച് മാർക്ക് മുതൽ കാറ്റഗറി ആയിട്ടൊന്ന് കമ്പയർ ചെയ്യാം. അപ്പൊ കഴിഞ്ഞ 3 വർഷത്തിൽ
പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് അതുപോലെ HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ട് മാത്രമാണ് അവരുടെ ബെഞ്ച് മാർക്ക് അതുപോലെ കാറ്റഗറിനെ ഇവിടെ ഔട്ട് പെർഫോം ചെയ്തിട്ടുള്ളത്. എന്നാൽ കൊട്ടക് ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത്, കാനറ റോബിക്കോ ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് കഴിഞ്ഞ 3 വർഷത്തിൽ അവരുടെ ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ കാറ്റഗറിനെ ഔട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതുപോലെ കഴിഞ്ഞ 5 വർഷത്തിൽ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത്, HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് അതുപോലെ ഫ്രാങ്ക്ലിൻ ടെമ്പിൾട്ടൺ ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് അവരുടെ കാറ്റഗറി അതുപോലെ തന്നെ ഇവിടെ ബെഞ്ച് മാർക്കിനെ ഇവിടെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ കൊട്ടക് ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എന്നാൽ കാറ്റഗറിനെ ഔട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഇവിടെ കഴിഞ്ഞിട്ടില്ല. അതുപോലെ കാനറ റോബിക്കോ ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് കഴിഞ്ഞ 5 വർഷത്തിൽ ബെഞ്ച് മാർക്ക് അതുപോലെ കാറ്റഗറിനെ അണ്ടർ പെർഫോം ചെയ്തൂടെ. ഇനി 10 ഇയർ റിട്ടേൺസിലേക്ക് വരുമ്പോൾ ഈ 5 ഫ്ലെക്സി ക്യാപ് ഫണ്ട്സും അവർ കാറ്റഗറി അതുപോലെ ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി ഷാർപ്പ് റേഷ്യോ അതിൽ സോർട്ടിനോ റേഷ്യോ ബേസ് ചെയ്ത് ഈ ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ട്സിന്റെ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് നമുക്ക് നോക്കാം. അപ്പൊ ഈ 5 ഫ്ലെക്സി ക്യാപ് ഫണ്ട്സിനും കാറ്റഗറിനേക്കാളും ലോവർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അപ്പൊ ഇതിന്റെ അർത്ഥം കാറ്റഗറിനേക്കാളും വോളറ്റിലിറ്റി കുറവാണെന്നാണ്. ഇവിടെ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് അതിൽ HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് മാത്രമാണ് കാറ്റഗറിനേക്കാളും ഷാർപ്പ് റേഷ്യോ ഇവിടെ കൂടുതൽ. അപ്പൊ ഇതിന്റെ അർത്ഥം റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് കൂടുതലാണെന്നാണ്. അപ്പൊ ബാക്കി 3 ഫണ്ട്സിനും കാറ്റഗറിനേക്കാളും ഷാർപ്പ് റേഷ്യോ കുറവാണ്. അപ്പോൾ സോർട്ടിനോ റേഷ്യോയിലേക്ക് വരുമ്പോൾ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് അതിൽ HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന് കാറ്റഗറിനേക്കാളും ഹയർ വാല്യൂ ആണുള്ളത്. അതായത് ഈ 2 ഫണ്ട്സിനും ബെറ്റർ ഡൗൺ സൈഡ് പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് പറയാം. ഇനി ബാക്കി 3 ഫണ്ട്സ് നോക്കുകയാണെങ്കിൽ കാറ്റഗറിനേക്കാളും ലോവർ സോർട്ടിനോ റേഷ്യോ ആണുള്ളത്. ഇനി നമുക്ക് ഈ ഒരു 5 ഫ്ലെക്സി ക്യാപ് ഫണ്ട്സിന്റെ അപ്സൈഡ് ആൻഡ് ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോസ് നോക്കാം. അപ്പോൾ ഈ 5 ഫ്ലെക്സി ക്യാപ് ഫണ്ട്സിൽ 4 ഫണ്ട്സും കാറ്റഗറിയെ പോലെ തന്നെ ബുൾ മാർക്കറ്റിൽ സെയിം പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് മാത്രമാണ് കാറ്റഗറിയിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ഇവിടെ പെർഫോം ചെയ്തേക്കുന്നത്. ഇനിയിപ്പം ലാർജ് ക്യാപ് ഹോൾഡിംഗ്സ് കൂടുതലുള്ള ഫ്ലെക്സി ക്യാപ് ഫണ്ട്സ് മാർക്കറ്റ് ഡൗൺ ആവുമ്പോൾ എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇത് ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ലാർജ് ക്യാപ് ഹോൾഡിംഗ്സ് കൂടുതലുള്ള ഈ ഒരു 5 ഫ്ലെക്സി ക്യാപ് ഫണ്ട്സിന് അവർ കാറ്റഗറിനേക്കാളും ബെറ്റർ ഡൗൺ സൈഡ് പ്രൊട്ടക്ഷൻ ആണുള്ളത്. എന്നാൽ ഇവിടെ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് ആണ് ഏറ്റവും നല്ല ഡൗൺ സൈഡ് പ്രൊട്ടക്ഷൻ ഉള്ളത്. അപ്പൊ ഇവിടെ ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ 45 ആണ് വരുന്നത്, കാറ്റഗറിയുടെ 95 ആണ്. സോ നമുക്ക് മിഡ് ക്യാപ് അതിൽ സ്മോൾ ക്യാപ് ഹോൾഡിംഗ്സ് കൂടുതലുള്ള ഫ്ലെക്സി ക്യാപ് ഫണ്ട്സിനെ ലാർജ് ക്യാപ് ഹോൾഡിംഗ്സ് കൂടുതലുള്ള ഫ്ലെക്സി ക്യാപ് ഫണ്ട്സ് വെച്ചൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഇവർ എങ്ങനെയാണ് പെർഫോം ചെയ്തേക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ മിഡ് ക്യാപ് അതിൽ സ്മോൾ ക്യാപ് സ്റ്റോക്സിലേക്ക് കൂടുതൽ ഹോൾഡിംഗ്സ് ഉള്ള ഫ്ലെക്സി ക്യാപ് ഫണ്ട്സിന് ലാർജ് ക്യാപ്പിലേക്ക് കൂടുതൽ ഹോൾഡിംഗ്സ് ഉള്ള ഫ്ലെക്സി ക്യാപ് ഫണ്ട് വെച്ച് നോക്കുമ്പോൾ വോളറ്റിലിറ്റി കൂടുതലാണ്. അപ്പൊ അതവരുടെ ഹയർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് ഇവിടെ മനസ്സിലാവും. ഇപ്പം മിഡ് ക്യാപ് അതുപോലെ തന്നെ സ്മോൾ ക്യാപ് സ്റ്റോക്സിലേക്ക് ഹോൾഡിംഗ്സ് കൂടുതലുള്ള എല്ലാ ഫ്ലെക്സി ക്യാപ് ഫണ്ട്സും 3 ഇയർ അതിൽ 5 ഇയർ റിട്ടേൺസിൽ ബെഞ്ച് മാർക്കിനെയും കാറ്റഗറിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ലാർജ് ക്യാപ് ഹോൾഡിംഗ്സ് കൂടുതലുള്ള ഫ്ലെക്സി ക്യാപ് ഫണ്ട്സിൽ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് അതിൽ HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് മാത്രമാണ് ഈ ഒരു കാറ്റഗറിയിൽ ബെറ്റർ പെർഫോമൻസ് ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു കാരണം 2023, 24 അതുപോലെ റീസെന്റ് പീരീഡിലും മിഡ് ക്യാപ് അതിൽ സ്മോൾ ക്യാപ്പിന്റെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ സ്മോൾ ക്യാപ് അതിൽ മിഡ് ക്യാപ് ഹോൾഡിംഗ്സ് കൂടുതലുള്ള ഫ്ലെക്സി ക്യാപ് ഫണ്ട്സിന്റെ 3 ഇയർ അതിൽ 5 ഇയർ റിട്ടേൺസ് ഇവിടെ കൂടി. എന്നാൽ 10 ഇയർ പീരീഡിൽ നോക്കുമ്പോൾ ലാർജ് ക്യാപ് ഹോൾഡിംഗ്സ് കൂടുതൽ ഫ്ലെക്സി ക്യാപ് ഫണ്ട്സ് തന്നെയാണ് കൂടുതൽ കൺസിസ്റ്റന്റ് പെർഫോമർ ആയിട്ട് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ലാർജ് ക്യാപ് സ്റ്റോക്സ് പൊതുവെ വോളറ്റിലിറ്റി നല്ലപോലെ ഹാൻഡിൽ ചെയ്യും. അതേസമയം നമ്മൾ നോക്കുകയാണെങ്കിൽ 2018-ലും 2019-ലും മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് നല്ലപോലെ അണ്ടർ പെർഫോം ചെയ്തതും ഇതിനൊരു കാരണമായിരിക്കും. അപ്പൊ നിങ്ങളിവിടെ ഒരു കാര്യം ഓർക്കുക, 2026-ല് മിഡ് ക്യാപ്പ് അതിൽ സ്മോൾ ക്യാപ്പ് കാറ്റഗറി ലാർജ് ക്യാപ്പിനെ ഔട്ട് പെർഫോം ചെയ്ത സമയത്താണ് നമ്മൾ ഈ ഒരു ഫണ്ടുകളുടെ പെർഫോമൻസ് ഇവിടെ നോക്കിയേക്കുന്നത്. സോ മിഡ് ക്യാപ്പ് അതിൽ സ്മോൾ ക്യാപ്പ് സ്റ്റോക്സ് കൂടുതലുള്ള ഫ്ലെക്സി ക്യാപ് ഫണ്ട്സ് ബുൾ മാർക്കറ്റിൽ കാറ്റഗറിനേക്കാളും നല്ല പെർഫോമൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതവരുടെ ഹയർ അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയും. എന്നാൽ ലാർജ് ക്യാപ് സ്റ്റോക്സിലേക്ക് കൂടുതലുള്ള ഫ്ലെക്സി ക്യാപ് ഫണ്ട്സ് ബുൾ മാർക്കറ്റിലെ കാറ്റഗറിയുടെ അതേ പെർഫോമൻസ് ആണ് ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ റിയൽ റിട്ടേൺസ് വരുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുമിലാണ്. ലാർജ് ക്യാപ് ഹോൾഡിംഗ്സ് കൂടുതലുള്ള ഫ്ലെക്സി ക്യാപ് ഫണ്ട്സിന് കാറ്റഗറിനേക്കാളും ബെറ്റർ ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പോർട്ട്ഫോളിയോയിൽ മിഡ് ക്യാപ്പ് അതിൽ സ്മോൾ ക്യാപ് സ്റ്റോക്സ് കൂടുതലുള്ള ഫ്ലെക്സി ക്യാപ് ഫണ്ട്സിനേക്കാളും ബെറ്റർ ഡൗൺ സൈഡ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് റിസ്ക് ടോളറൻസ് അനുസരിച്ച് ഫ്ലെക്സി ക്യാപ് ഫണ്ട്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഒന്നിൽ കൂടുതൽ ഫ്ലെക്സി ക്യാപ് ഫണ്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ 2 ടൈപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മിക്സ് നിങ്ങൾക്ക് ഇവിടെ എടുക്കാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിന് കവർ ചെയ്താണ്. ഇക്വിറ്റി ഫണ്ട്സ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ റെഗുലർ റിട്ടേൺസിന്റെ ഒപ്പം റിസ്ക് അഡ്ജസ്റ്റ് റിട്ടേൺസ് പോലുള്ള മെട്രിക്സ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇവിടെ നല്ലതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.